ഹലോ ഗൈസ്, സുഗമോ ദേവിയിൽ ഇനി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ നിമിഷങ്ങളോ? അതേ കൂട്ടുകാരെ, ഇനി നമ്മുടെ ദേവിനോട് നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, ഇനി ഓഫീസ് ജോലിക്കിടയിൽ തന്റെ മകന്റെ കാര്യം കൂടെ ഇടയ്ക്ക് നോക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവികയ്ക്കാണെങ്കിൽ നോ പറയാനും പറ്റുന്നില്ല, എന്നാൽ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാനും തനിക്ക് പങ്കുവയ്ക്കാനും സാധിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇനിയായിരിക്കും ആ ഒരു അരുന്ധതി ആ ഒരു കളം മാറ്റി ചവിട്ടാൻ പോകുന്നത്. നമ്മുടെ പ്രഭാവതി ഓൾറെഡി ഇപ്പൊ ജയിച്ചു നിൽക്കുകയാണല്ലേ. അപ്പൊ ഇനി തോൽപ്പിക്കാൻ വേണ്ടി എന്ത് കടുങ്കയും ചെയ്യാൻ മടിക്കാതെ നിൽക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ അരുന്ധതിക്ക്. അരുന്ധതിയുടെ ഒപ്പം തന്നെ നമ്മുടെ ത്യാഗരാജനും കൂടെ തന്നെ ഉണ്ടല്ലേ. ത്യാഗരാജനും ഇപ്പോൾ കളം മാറ്റി ചവിട്ടിരിക്കുകയാണ്. ഭയങ്കര പാവമായിട്ട് മാപ്പൊക്കെ പറഞ്ഞപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനിയാണ് ആ ഒരു കൊടും ക്രൂരത നടക്കാൻ പോകുന്നത്. നമ്മുടെ നന്ദനെ കെണിയിൽപ്പെടുത്താൻ തന്നെയാണ് നമ്മുടെ അരുന്ധതിയുടെ തീരുമാനം. തന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയ പ്രഭാവതിയുടെ മകനെ അതേപോലുള്ള ഒരു അവസ്ഥയിലാക്കുക. അതായത് ദേവികയ്ക്ക് ഭർത്താവിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു നമ്മുടെ ഋഷി കിടക്കുന്നത് പോലെ ആ ഒരു കിടപ്പ് രീതിയിൽ, ആ കിടപ്പ് ഒരു അവസ്ഥയിൽ തന്നെ നമ്മുടെ നന്ദനെ മാറ്റുക എന്നുള്ളൊരു പ്ലാനാണ് നമ്മുടെ അരുന്ധതിക്കുള്ളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ നന്ദൻ വൈകാതെ തന്നെ അറിയും നമ്മുടെ ത്യാഗരാജന്റെ ആളാണ് അരുന്ധതി എന്നും. ഇവര് രണ്ടുപേരും കൂട്ടിയായിരിക്കും ഇനി നമ്മുടെ നന്ദനെ വകവരുത്താൻ നോക്കുന്നത്. നന്ദനെ ഒരു ഒളിവിൽ താമസിപ്പിച്ചിട്ട് കുറേയൊക്കെ പകരം വീട്ടിൽ ചോദിച്ചതിനൊക്കെ ശേഷമായിരിക്കും നമ്മുടെ നന്ദനെതിരെ ആ ഒരു കൊടും ക്രൂരത ഇവർ ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പൊ നമ്മുടെ നന്ദൻ നമ്മുടെ അരുന്ധതിയുടെ ആ ഒരു മറ്റൊരു മുഖം കാണുവാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് സുഗമോ ദേവിയിൽ ഇനി കാണുവാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.